ഗുജറാത്ത് ടൈറ്റൻസുമായുള്ള മുംബൈ ഇന്ത്യൻസിന്റെ പോരാട്ടം സീസണിലെ ഏറ്റവും സുപ്രധാന മത്സരങ്ങളിലൊന്നായിരുന്നു. പ്ലേ ഓഫ് ഉറപ്പിക്കാനുള്ള ഇരു ടീമുകളുടെയും സജീവ മത്സരമായിരുന്നു വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടന്നത്. എന്നാൽ മുംബൈ ഇന്ത്യൻസിന്റെ അവസാന ഓവറിലെ മണ്ടൻ തീരുമാനങ്ങൾ തിരിച്ചുകൊണ്ടുവന്ന കളിയെ തിരിച്ചുവിട്ടിരിക്കുകയായിരുന്നു. 155 റൺസ് മാത്രമാണ് മുംബൈ ഇന്ത്യൻസിന് നേടാനായത്. രോഹിത്തും റിക്കിൾട്ടനും പരാജയപ്പെട്ട മത്സരത്തിൽ വിൽ ജാക്സും സൂര്യകുമാറും ചേർന്ന് മികച്ച രീതിയിൽ മുംബൈയെ കൊണ്ടുപോയിരുന്നു. 97-ന് 3 അതിശക്തമായ നിലയിലായിരുന്നു മുംബൈ ഇന്ത്യൻസ്. എന്നാൽ പിന്നീട് അങ്ങോട്ട് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്ന മുംബൈ ബാറ്റിംഗ് നിരയാണ് കാണാൻ സാധിച്ചത്. തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ, നമൻദീർ എന്നീ 3 താരങ്ങളും പരാജയപ്പെട്ടത് മുംബൈ ഇന്ത്യൻസിന് ഏറെക്കുറെ സമ്മർദ്ദമായി മാറി. അവസാന ഓവറുകളിൽ കോർബിൻ ബോഷും ദീപക് ചഹറും ചേർന്നുള്ള അടികളിലാണ് മത്സരത്തിൽ മുംബൈക്ക് ഒരു 155 സമ്മാനിച്ചത്. ഗുജറാത്ത് ബോളർമാർ അവസരത്തിനൊത്ത് പന്തെറിയുകയും ചെയ്തു. എന്നാൽ മറുപടി ബാറ്റിംഗിൽ അതിശക്തമായ നിലയിൽ നിന്നുമാണ് ഗുജറാത്തിന് ഒരു കോമ്പറ്റീഷൻ കൊടുക്കുന്ന രീതിയിൽ മുംബൈ മത്സരത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത്. 78 റൺസായിരുന്നു ജോസ് ബട്ട്ലർ ഔട്ടാകുമ്പോൾ സ്കോർ ബോർഡിൽ. എന്നാൽ തൊട്ടു പിന്നാലെ ശുഭ്മാൻ ഗിൽ, ഷെഫ്രീൻ റുദർഫോർഡ്, ഷാറൂഖ് ഖാൻ, റഷീദ് ഖാൻ എന്നിവരുടെ വിക്കറ്റ് അതിവേഗം നേടിക്കൊണ്ട് മുംബൈ മത്സരത്തിൽ വരവറിയിച്ചു. ട്രെന്റ് ബോൾട്ടും ജസ്പ്രീത് ബുംറയുമാണ് മികച്ചു നിന്നത്. 4 ഓവറിൽ 22 റൺസ് മാത്രം വഴങ്ങി 2 വിക്കറ്റ് നേടിയ ട്രെന്റ് ബോൾട്ടും 4 ഓവറിൽ 19 റൺസ് നേടി ഗില്ലിന്റെയും ഷാറൂഖ് ഖാന്റെ വിക്കറ്റ് നേടിയ ജസ്പ്രീത് ബുംറയും മത്സരത്തിലേറെ നിർണായകമായി. എന്നാൽ ഹാർദിക് പാണ്ഡ്യയുടെ ഓവർ ഏറെ നിർണായകമായിരുന്നു. 11 പന്തുകളാണ് പാണ്ഡ്യ ഓവറിലെറിഞ്ഞത്. 18 റൺസും കൊടുത്തു. കരൺ ശർമ്മയും തരക്കേടില്ലാതെ പന്തെറിഞ്ഞു. എന്നാൽ സബ്സ്റ്റിറ്റ്യൂട്ടായി ടീമിലേക്ക് എത്തിയ അശ്വിനി കുമാർ 4 ഓവറിൽ 28 റൺസ് വഴങ്ങി 2 വിക്കറ്റ് നേടി. എന്നാൽ അവസാന ഓവർ ദീപക് ചഹറിനെ കൊണ്ട് എറിയിക്കാനുള്ള ഹാർദിക് പാണ്ഡ്യയുടെ തീരുമാനം പാളിയെന്ന് മാത്രമല്ല, റിവൈസ് ചെയ്ത ടാർഗറ്റ് ഗുജറാത്ത് അടിച്ചെടുക്കുകയും ചെയ്തു. ബോഡി ലാംഗ്വേജിലും ദീപക് ചഹർ ഏറെ പിന്നിലായിരുന്നു. അവസാന ഓവറിൽ നോബോൾ വന്നതും റൺഔട്ടിനായുള്ള ചാൻസ് മിസ്സാക്കിയതുമെല്ലാം മത്സരത്തിൽ ഏറെ വഴിത്തിരിവുകളായി. മുംബൈക്കടുത്ത 2 മത്സരങ്ങൾ വിജയിക്കണം. അതുകൂടാതെ ബാക്കിയുള്ള ടീമുകളുടെയും ആശ്രയിച്ചായിരിക്കും ആദ്യ 2 സ്ഥാനങ്ങൾ. പ്ലേ ഓഫ് ഏകദേശം ഉറപ്പിച്ച മുംബൈ ഇന്ത്യൻസിന് കാര്യമായിട്ടുള്ള ടെൻഷനുകളൊന്നും ഇല്ല. എന്നാൽ ഈ മത്സരം വിജയിക്കേണ്ടത് തന്നെയായിരുന്നുവെന്ന് ആരാധകർക്കും അഭിപ്രായമുണ്ട്.